ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വാൻഡലസ്. ഇന്ന് നമ്മളിവിടെ ഒരു ഫ്ലവർ വേസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈർക്കിൽ വെച്ചാണ് ഇന്നത്തെ നമ്മൾ ഫ്ലവർ വേസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ പൊട്ടിയ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതിലത്തെ സ്റ്റിക്കർ ഒന്ന് പൊളിച്ച് കളയാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ അതൊന്ന് മുറിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പൊട്ടിയ ആകൃതിയിലാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാം, കാരണം നിങ്ങളാണ് അത് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഇപ്പം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നമ്മളിവിടെ നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാസ്റ്റിക് കുപ്പീൻ്റെ മുകളിൽ കുറച്ച് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫെവിക്കോൾ എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കലക്കിയിട്ടാണ് നമ്മൾ പശ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഇപ്പോൾ ഇവിടെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഈർക്കിലിയും ഫെവിക്കോളും ആണ്. നമ്മൾ ആദ്യം ഫെവിക്കോൾ ആ കുപ്പിയിൽ കുറച്ച് തേച്ചിട്ട് ബ്രഷും കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈർക്കിലി അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് മുറിച്ചു കൊടുക്കുക. ആ കുപ്പീൻ്റെ പാകത്തിന് മുറിച്ചു കൊടുക്കുക. അതേപോലെ എല്ലാം ചെയ്യുക. ബോട്ടിൽ ഫുള്ള് കവർ ചെയ്യുന്നവരെ നമുക്കത് ചെയ്യണം. ഇതെല്ലാം ഫുള്ളും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഫെവിക്കോളും വെള്ളവും ചേർത്ത് വെച്ച മിശ്രിതം ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ഗ്ലോ കിട്ടുന്നതാണ്. ഇതോടെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൽ ചെടി നടാം. ചെടി നട്ടിട്ട് അത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നനയ്ക്കുന്നതിന് പകരം വെറുതെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതോടെ നമ്മുടെ വർക്ക് പൂർണ്ണമായി കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഈ ഫ്ലവർ വേസ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുന്ന അത്രയും ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പം താങ്ക് യു.